കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ 3 ഡിവിഷനുകളിൽ നിന്നുള്ള 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മികച്ച മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ്, കൗൺസിലേഴ്സ് അവാർഡ് മീറ്റ് എന്നാണ് അതിന് ഒരു പേര് നൽകിയിരുന്നത്. അവർ ആ ചടങ്ങിന്റെ ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചിരുന്നത് എന്നെയാണ്. അപ്പൊ ഞാന് വിദ്യാർത്ഥികൾ സംബന്ധിക്കുന്ന ഏത് പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും, കോളേജുകളിലോ സ്കൂളുകളിലോ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ സദസ്സിനെയും കൂടി നമ്മളുടെ പരിപാടിയുടെ ഭാഗമാക്കാൻ, അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വിദ്യാർത്ഥികളുമായി ഇന്ററാക്ഷൻ നടത്താറുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ടല്ല നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഒരു MLA എന്നുള്ള നിലയിൽ പങ്കെടുത്ത സന്ദർഭത്തിലും ഈവൻ മന്ത്രി എന്നുള്ള നിലയിൽ പങ്കെടുത്ത ഘട്ടത്തിൽ വരെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം അടിസ്ഥാനപരമായിട്ട് ഞാനൊരു അധ്യാപകനാണ് എന്നുള്ളതാണ്. മണ്ണാർക്കാട് നടന്ന പരിപാടിയിലും കുട്ടികളുമായിട്ട്, രക്ഷിതാക്കളുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. അപ്പം നമ്മളുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, പക്ഷേ പൊതുവായന അവരിൽ കുറവാണ് എന്നുള്ളത് പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ ആ സദസ്സിനോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ 12 വർഷത്തിനിടയിൽ +2 വിദ്യാർത്ഥികളാണ് ഏറ്റവും മുന്നിലിരുന്നിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 12 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 10 വർഷത്തിനിടയിൽ 10ാം ക്ലാസ് പഠിച്ച കുട്ടികൾ, ഒരു മലയാളം നോവൽ വായിച്ച കുട്ടികളൊന്ന് കൈവക്കുക. അതിലൊരു കുട്ടിയാണ് കൈവക്കിയത്. അപ്പൊ ആ കുട്ടിയാണ് പറയുന്നത്, ഞാൻ വായിച്ചത് പാത്തുമ്മയുടെ ആടാണ്. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിക്കുകയാണ് തിരിച്ച്, ആരാണ് പാത്തുമ്മ? പാത്തുമ്മ എന്ന് പറയുന്ന കഥാപാത്രം ആരാണ്? എഴുത്തുകാരന്റെ ആരെങ്കിലും ആണോ? ആ കുട്ടി അതിന് മറുപടിയും പറഞ്ഞു, ബഷീറിന്റെ സഹോദരിയാണ് പാത്തുമ്മ. പിന്നെ ഞാൻ ചോദിച്ചു, ഒരു മലയാള ചെറുകഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈ കാലയളവിനുള്ളിൽ ഒരാളും വായിച്ചിട്ടില്ല. ഒരു മലയാളം കവിത നിങ്ങളുടെ സിലബസിൽ അല്ലാത്തത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിനും അനുകൂലമായിട്ടുള്ള മറുപടി അല്ല കിട്ടിയത്. അപ്പൊ നമ്മളുടെ കുട്ടികൾ പാഠപുസ്തകങ്ങൾ വായിക്കുകയും പരീക്ഷാ കേന്ദ്രീകൃതമായി പഠിക്കുകയും മാർക്ക് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവായന കുറഞ്ഞു വരികയാണ്. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. നമ്മളുടെ മക്കൾക്ക്, പുതുതലമുറക്ക് സാമൂഹ്യാവബോധം ഉണ്ടാകണമെങ്കിൽ പൊതുവായന ഉണ്ടാകണം. പൊതുവായന ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തെക്കുറിച്ച്, നമ്മളുടെ വൃത്തത്തിന് പുറത്തുള്ളവരെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒക്കെയുള്ള ഒരു അവബോധം നമ്മളുടെ കുട്ടികൾക്ക്, നമുക്ക് ഒക്കെ തന്നെ കിട്ടുന്നത്. ആ നിലക്കാണ് അവരോട് സംവദിച്ചത്. പിന്നെ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, മലയാളത്തിലും അറബിയും രണ്ടും ഉപഭാഷകളായി എടുത്ത കുട്ടികളുണ്ട്. അപ്പൊ അറബി അങ്ങനെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആയിട്ട് എടുത്തൊരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, അറബിയിൽ ഉള്ളതും എന്നാൽ മലയാളത്തിൽ ഇല്ലാത്തതുമായ ഏതെങ്കിലും അക്ഷരം പറയാൻ പറ്റുമോ? അപ്പൊ ആ കുട്ടി പറഞ്ഞു, സ എന്ന അക്ഷരമാണ് പറഞ്ഞത്. അപ്പോ ഞാൻ ചോദിച്ചു, സ എന്ന അക്ഷരത്തിൽ ഒരു വാക്ക് പറയാൻ പറ്റുമോ? അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത് സംസം. അപ്പൊ ഞാൻ ചോദിച്ചു, സംസം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയൂ? ആ കുട്ടി അറിയില്ല എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ആർക്കും അറിയാൻ സാധ്യതയില്ലാത്തതാണ്. എന്നാലും ആ കുട്ടി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ നിലക്ക് ആ വാക്കിന്റെ അർത്ഥം സംസം എന്ന് പറഞ്ഞാൽ നിൽക്കൂ നിൽക്കൂ, അടങ്ങ് അടങ്ങ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുട്ടികളുമായും രക്ഷിതാക്കളുമായും ഇന്ററാക്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്, പ്രസംഗിച്ചത്. ഒരു പ്രസംഗമായിരുന്നില്ല, അതിലപ്പുറം
അവരോടൊരു അധ്യാപകൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് പറഞ്ഞത്. അപ്പൊ ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികളോട് ഹിന്ദിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് എഴുതാൻ വേണ്ടി പറ്റുമോ, അമ്മയുടെ പേര് എഴുതാൻ പറ്റുമോ, അച്ഛന്റെ പേര് എഴുതാൻ വേണ്ടി പറ്റുമോ? അപ്പൊ അവരാരും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ അവരോട്, എടോ നിങ്ങൾക്ക് അക്ഷരം അറിയാം, എന്നാൽ ഒരു വാക്ക് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവരെല്ലാരും പറഞ്ഞു എഴുതാൻ അറിയാം, എങ്കിൽ വരൂ നിങ്ങൾ ഒന്ന് എഴുത്. അങ്ങനെ 3-4 കുട്ടികൾ വന്നു, അവരെഴുതിയതെല്ലാം ശരിയായിരുന്നു. ഒരു കുട്ടിക്ക് മാത്രമാണ് മ എന്ന് പറയുന്നതിന് എഴുതുന്നതിന് പകരം ല എന്ന് ആ കുട്ടി എഴുതിയത്. അത് അപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അവന്റെ ചെവിക്ക് നമ്മൾ സാധാരണ തമാശക്കൊക്കെ പിടിക്കുന്നത് പോലെ അവനും ചിരിക്കുകയാണ്. നിങ്ങൾ അവന്റെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം. സാധാരണ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ നിങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വെറുതെ ഞാൻ ചെവിക്ക് വെറുതെ പിടിക്കാറുണ്ട്, അല്ലാതെ നുള്ളുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തതല്ല. അങ്ങനെ ആ കുട്ടിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇന്നലെ അല്ലെങ്കിൽ മിനിയാന്നത്തെ ചടങ്ങിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് അതിൽ വല്ല അപമാനവും അവർക്ക് തോന്നി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100 വട്ടം ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നും അവർക്ക് തോന്നിയിട്ടില്ല. ആ കുട്ടികൾ തന്നെ അത് വന്ന് പറഞ്ഞു. നമ്മളാരും പറഞ്ഞു കൊടുത്തതല്ലല്ലോ ആ കുട്ടികളോട്. എനിക്ക് ആ കുട്ടികളെ അറിയുക പോലുമില്ല. ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ പരാതിയൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ അപമാനിച്ചതായിട്ട് തോന്നിയിട്ടുമില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ അധ്യാപകൻ ഞങ്ങളോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, പറയുന്നത്, അതുപോലെ കറക്റ്റ് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളുടെ കുട്ടികളുടെ ഒരു പൊതുപ്രശ്നം എല്ലാം അവർക്കറിയാം. പക്ഷെ അവർക്ക് അതൊരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലോ 4 ആളുകളുടെ മുന്നിലോ വന്ന് പറയാനുള്ള ധൈര്യമില്ല. ആ ധൈര്യം നമ്മളുടെ മക്കൾക്ക് ഉണ്ടാക്കണം. നമ്മളുടെ പെൺകുട്ടികൾ വളരെ സ്മാർട്ടാണ്, അവർക്ക് നല്ല ധൈര്യമുണ്ട്. പക്ഷേ നമ്മളുടെ ആൺകുട്ടികൾ വളരെ പിന്നിലേക്കാണ് ആ കാര്യത്തിൽ. അവരെയും കൂടി മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ഒരു സദസ്സിന്റെ മുമ്പിൽ വെച്ച് അവരുടെ രക്ഷിതാക്കൾ, അവരുടെ സുഹൃത്തുക്കൾ ഉള്ള ഒരു സദസ്സ്, അല്ലാതെ ഒരു വലിയ വിപുലമായിട്ടുള്ള പൊതുവേദിയൊന്നും അല്ല അത് അവരോട് ചോദിച്ചത്. അതിനെയാണ് വലിയ തോതിൽ വിമർശന വിധേയമാക്കിയത്. മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ അതിനെതിരായിട്ട് ബാലാവകാശ കമ്മീഷന് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞത്. അതിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ബിന്ദുകൃഷ്ണ അതിൽ ഇടപെട്ട് സംസാരിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷംസുദ്ദീൻ അതിൽ ഇടപെട്ട് സംസാരിച്ചത്. അപ്പോൾ അതിന് വേറൊരു വ്യാഖ്യാനവും കൂടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. കഴിഞ്ഞ 10 വർഷം 1-ാം ക്ലാസ് മുതൽ പഠിച്ച കുട്ടികളാണ്, അവർക്ക് അക്ഷരമറിയില്ല. അവർക്ക് അക്ഷരമറിയില്ല എന്ന് ആരാണ് പറഞ്ഞത്? അവർക്ക് അക്ഷരമറിയാം. അവർ ഹിന്ദിയിൽ കറക്റ്റായിട്ടാണ് അവരുടെ അഡ്രസ്സൊക്കെ എഴുതിയത്. ഒരു കുട്ടി ഒരു ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി അത് ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പൊ പൊതുവിദ്യാഭ്യാസം വളരെ മോശമാണ് എന്നുള്ള വ്യാഖ്യാനം നൽകി പൊതുവിദ്യാഭ്യാസത്തെ താറടിക്കാനാണ് ചിലർ ശ്രമിച്ചത്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ പറഞ്ഞേക്കാവൂ, അവിടെ നിന്നാണ് മികച്ച വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്നത് എന്ന് തന്നെയാണ് ഞാൻ ആ വേദിയിലും എല്ലാ വേദികളിലും പറയാറുള്ളത്. ഈ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ കഴിഞ്ഞ 10 കൊല്ലം പഠിച്ച കുട്ടി ആണോ, അല്ലെങ്കിൽ അത് പഠിച്ചു എന്നുള്ളത് കൊണ്ടാണോ കേരളം എന്ന് എഴുതാൻ പറഞ്ഞപ്പോ അല്ലെങ്കിൽ എന്ന് എഴുതിയപ്പോ കാരളം എന്നായത്? ഈ കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം സ്കൂൾ പഠിച്ച ആളാണോ കേരളം എന്ന് എഴുതിയപ്പോ കാരളം എന്നായത്? അതുപോലെ തന്നെ 9332 എന്നുള്ളതിന് പകരം 9332 എന്ന് പറഞ്ഞ ആള് ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ചു വന്ന കുട്ടിയാണോ? 910 എന്ന് പറയേണ്ടതിന് പകരം 910 എന്ന് നിയമസഭയിൽ പറഞ്ഞ വ്യക്തി ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠിച്ചു വന്നതാണോ? 15/5/2026 എന്ന ഡേറ്റ് നമ്മളാരെങ്കിലും അക്കത്തിൽ പറയാറുണ്ടോ?
15,05,000 അല്ലെങ്കിൽ 52,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞ ആള് ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്ന കുട്ടിയായി ആയതുകൊണ്ടാണോ? മയ, കുയി, പുയ, അയക് എന്നൊക്കെ മുതിർന്ന ആളുകൾ പോലും പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്നതുകൊണ്ടാണോ? അന്ന് യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും നമ്മളെപ്പോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്തു കൊടുക്കാൻ ഒരാളുണ്ടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അവരിങ്ങനെ പറയില്ല. അപ്പോ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമെന്ന് പറയുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യാം. ഇക്കാര്യത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല. ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് ജയിലിലടക്കട്ടെ, ഞാനത് സ്വീകരിക്കും. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറഞ്ഞുകൊടുത്തത് മോശമായി പോയി, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണ്. സത്യത്തിൽ എനിക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ ബിന്ദു കൃഷ്ണയ്ക്കെതിരെയല്ലേ ആദ്യം കേസെടുക്കേണ്ടത്? അവരല്ലേ ഒരു അംഗനവാടി കുട്ടിയുടെ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞ് അതൊരു വലിയ വിവാദമൊക്കെ ആയത്. ആ കുട്ടി തന്നെയാണ് പിന്നെ അത് കറക്റ്റ് ചെയ്തത്. അപ്പൊ ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് കാണുന്നതിന് പകരം ഇതിനെ ഒരു ബ്രോഡ് ക്യാൻവാസിൽ കാണാൻ വേണ്ടി ശ്രമിക്കണം. മന്ത്രിമാരായിട്ടുള്ള ബിന്ദു കൃഷ്ണയോ അല്ലെങ്കിൽ ഷംസുദ്ദീനോ ഒന്നും അധ്യാപകരായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്നതല്ല. അപ്പൊ അധ്യാപകരായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായ പ്രസംഗങ്ങൾ നടത്തി പോവുക എന്നതിന് പകരം കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പോകും. അത് സ്വാഭാവികമാണ്. അതിൽ ഒരപമാനവും ഇന്നുവരെ ഒരാൾക്കും തോന്നിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്തു ചെയ്യും? അങ്ങനെ പിന്നീട് ചെയ്യില്ലല്ലോ. അതിൽ പങ്കെടുത്ത ഏതെങ്കിലും കുട്ടികൾക്ക്, ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് മാനഹാനിയായി, അപമാനമായി അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണെങ്കിൽ മാത്രമല്ലേ ക്ഷമാപണത്തിന്റെ ആവശ്യവും മാപ്പിന്റെ ആവശ്യവും ഒക്കെ വരുന്നുള്ളൂ. അതവർ പറയട്ടെ. നിങ്ങൾ അവരോടും ചോദിക്കുക. എന്നിട്ട് ആ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കാം. എനിക്കതിൽ ആ കാര്യത്തിൽ ഒരു വാശിയുമില്ല. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ശക്തിയാണ് അവിടെയും എനിക്ക് ബോധ്യപ്പെട്ടത്. എനിക്കുറപ്പാണ് മറ്റേതൊരു അൺഎയ്ഡഡ് വിദ്യാലയത്തിൽ പോയി ചോദിച്ചാലും ഇത്രയും കുട്ടികളിൽ ഏതാണ്ട് എല്ലാ കുട്ടികളും തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രാപ്തമായതുപോലെ പ്രാപ്തമാകുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ പ്രസംഗിച്ചു. ആ 1 മണിക്കൂറിലെ പ്രസംഗം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് ശരിക്കും ബോധ്യമാകും എന്താണ് അവിടെ നടന്നത്, എങ്ങനെയായിരുന്നു ആ ഫംഗ്ഷൻ മുന്നോട്ട് പോയിരുന്നത് എന്ന്. ഈ ബാലാവകാശ കമ്മീഷനോ ആരെങ്കിലും ബന്ധപ്പെട്ടോ? എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ആയിക്കോട്ടെ, റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതില് താങ്കളുടെ നടപടി കുറ്റകരവും അനുചിതവുമായ നടപടി എന്നാണ് ബിന്ദു കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അത് അല്ല, റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞ അവര് കേസെടുത്തോട്ടെ. അതിനെന്താ? അതിന് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. അവിടെ ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ അപമാനിച്ചു എന്നുള്ളത് ഏതെങ്കിലും കുട്ടികൾ പരാതിപ്പെട്ടാൽ അവരോട് ഞാൻ നിർവ്യാജം മാപ്പും ചോദിക്കും, ക്ഷമാപണവും നടത്തും. അങ്ങനെ പറയാത്തിടത്തോളം കാലം ക്ഷമയുടെയോ അല്ലെങ്കിൽ മാപ്പ് ചോദിക്കലിന്റെയോ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ.
മന്ത്രിമാര് ഇപ്പൊ എന്തൊക്കെയാണ് പറയുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒരു വിഷയമാക്കി കൊണ്ടുവന്നാൽ നമ്മളുടെ സ്കൂളുകളിൽ അധ്യാപകർ എങ്ങനെ പഠിപ്പിക്കും? ഈ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ അതൊരു ക്ലാസ് മുറിക്കകത്ത് 4 ചുവരിന്റെ അകമാണ്, കുട്ടികൾ മാത്രമുള്ള ഒരു സ്പേസ് ആണ്, അവർ പഠിച്ചു വരുന്ന ഒരു സ്പേസ് ആണ്. അവിടെ തിരുത്തൽ സ്വാഭാവികമാണ്. പക്ഷെ പല കുട്ടികളുടെയും രക്ഷിതാക്കൾ അടക്കമുള്ള ഒരു സ്ഥലത്ത് അത് പ്രദർശിപ്പിക്കപ്പെടുന്നു, അത് സമൂഹ മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് ഒരു അപമാനവും ഇല്ലാന്നല്ലേ ആ കുട്ടികൾ പറഞ്ഞത്? കുട്ടികൾ പറഞ്ഞോ ഞങ്ങൾക്കത് മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞോ? കാരണം കുട്ടികളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ആ കുട്ടികൾക്ക് ഒരിക്കലും അത് തോന്നില്ല. നേരത്തെ ഇത് സമാനമായ രീതിയിൽ ഒരു സമസ്തയുടെ നേതാവ് ഒരു കുട്ടിക്ക് സമ്മാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഈ കുട്ടികൾക്ക് പരാതിയില്ലായിരുന്നു, രക്ഷിതാക്കൾക്ക് പരാതിയില്ലായിരുന്നു. പക്ഷെ അതിനകത്ത് ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ആ പിന്നെ മുസ്ലിയാരെ ശിക്ഷിച്ചോ? പക്ഷെ അന്ന് ആ കേസെടുത്തിരുന്നു. അതെ, ശിക്ഷിച്ചോ? അത് അല്ല, തെറ്റാണ്. ശിക്ഷിച്ചോ? എന്നിട്ട് അതെന്തായിരുന്നു പ്രശ്നം? അതും ഇതും നിങ്ങൾ കൂട്ടിക്കുഴക്കരുത്. അല്ലല്ല, സമാന സംഭവമല്ല. അല്ല, അതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ, ഒരു കുട്ടിയെ ക്ഷണിച്ചു. ആ കുട്ടി പെൺകുട്ടിയാണ്, കുറച്ച് മുതിർന്ന കുട്ടിയാണ്. ആ കുട്ടിയെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ചോദിച്ചതാണ് പ്രശ്നം. നമ്മൾ അങ്ങനെയാണോ ചോദിച്ചത്? കുട്ടികൾക്ക് എഴുതാൻ അറിയില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അതിൽ എല്ലാ കുട്ടികളും, ഒരു കുട്ടി മാത്രമാണ് തെറ്റുവരുത്തിയത്. ഒരു ലാ മാ എന്നുള്ളതിന് പകരം ലാ എന്ന് എഴുതിയത്, അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. അതിനെന്താ തെറ്റ്? അല്ല, അതിനെന്താണ്? നമുക്കിപ്പോ ഒരു കാര്യം അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ത് യഥാർത്ഥത്തിൽ തിരുത്തി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ മയ കുയി എന്നൊക്കെ പറയോ? അല്ല, അത് പറയും. അല്ല, അത് പറയും. ആരാ പറഞ്ഞത് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്ന്? അല്ല, എനിക്ക് കേസെടുക്കണോണ്ട് യാതൊരു പ്രശ്നമില്ല. ഞാൻ പ്രശ്നമില്ലാന്നല്ലേ പറഞ്ഞത്. എനിക്ക് പ്രശ്നമില്ല. അല്ലല്ല, അങ്ങനെ ഒരു കുട്ടിക്ക് അപമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി പിന്നെ വേദിയിലേക്ക് വരാൻ വേണ്ടി പാടില്ല എന്ന് ഞാൻ പറഞ്ഞ എനിക്കെതിരെ കേസെടുക്കണം. ആരാണ് ഈ കുട്ടിയെ അങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കാതെ ഇറക്കി വിട്ടാൽ തീർച്ചയായിട്ടും എനിക്കെതിരെ കേസെടുക്കണം. ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. അല്ല, അങ്ങനെ ആ കുട്ടി പറയട്ടെ. ആയിക്കോട്ടെ, ഇത് പറഞ്ഞോട്ടെ, എനിക്കെതിരെ കേസെടുത്തോട്ടെ. എന്നിട്ട് ആ മുസ്ലിയാരെ ജയിലിലിട്ടോ? അല്ല, ഞാൻ പറഞ്ഞത് കേസെടുത്തു, ശരി. എന്നിട്ട് മുസ്ലിയാരെ ജയിലിലിട്ടോ? എന്തായിരുന്നു മുസ്ലിയാർക്കെതിരെ, അത് പറഞ്ഞ മുസ്ലിയാർക്കെതിരെ എന്ത് ശിക്ഷയാണ് ബാലാവകാശ കമ്മീഷൻ കൊടുത്തത്? അല്ല, എനിക്ക് കേസെടുത്തോട്ടെ എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനല്ല, ശിക്ഷ ഇല്ലാത്തോടെ എന്നെ ജയിലിലിട്ടോട്ടെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ ഒരു മഹാപരാധത്തിന്റെ പേരിൽ KT ജലീൽ ജയിലിൽ നമ്മളെ മുൻ ലോകായുക്ത സിറിയക് ജോസഫ് ചെയ്തതുപോലെ ഏകപക്ഷീയമായി നമ്മളെ കേൾക്കാതെ പിന്നെ ശിക്ഷ വിധിക്കട്ടെ. ഇതിലിപ്പോ ബാലാവകാശ കമ്മീഷൻ ഇപ്പോ പറയുന്നൊരു കാര്യമുണ്ട്. കുട്ടികൾക്ക് നേരെ വടിയെടുത്താലേ കാര്യങ്ങൾ ശരിയാകുമെന്ന് ഒരു വിഭാഗം അധ്യാപകർ കരുതുന്നു എന്നാണ് പറയുന്നത്. അതായത് വടിയെടുത്തിട്ടില്ലല്ലേ പൊതുവേദിയിൽ ഈ തരത്തിലുള്ള ഒരു പ്രശ്നമില്ല. അതിന് നിങ്ങൾക്കേ പ്രശ്നമുള്ളൂ. അല്ല, നിങ്ങൾ ഏഷ്യാനെറ്റിന് പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ മീഡിയ വണ്ണിന് പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അങ്ങനെ ചിലപ്പോ ഉണ്ടാവും. അല്ലാതെ കുട്ടികൾക്ക് പരാതി ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതെന്താണ്? ഒക്കെ ലീഗരും ജമാഅത്തുകാരും പോയി. അല്ല, അതല്ലാതെ അതൊക്കെ അതൊക്കെ അങ്ങനെയല്ല ജമാഅത്തുകാരല്ലേ. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാല് അതിൽ ഓടി വന്നിട്ട് അതില് പിന്നെ എതിർ കമന്റ് ഇടുന്നത് മൊത്തം ലീഗുകാരാണ്. ഈ പ്രൊഫൈൽ നോക്കിക്കോ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാവും. ഈ രണ്ടും അല്ലാത്ത കോൺഗ്രസ്സുകാർ പോലും വളരെ കുറവാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എനിക്കത് പൊതുവേദിയായിട്ടല്ല തോന്നിയത്, എനിക്കൊരു ക്ലാസ് റൂമായിട്ടാണ് അത് തോന്നിയത്. കാരണം ആ പരിപാടി നടന്നത് ഒരു ഗവൺമെന്റ് UP സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ്. വളരെ സെലക്ടഡ് ആയിട്ടുള്ളൊരു ഓഡിയൻസ് ആണ്. ആ കുട്ടികളുടെ രക്ഷിതാക്കളും മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. വേറെ ഒരാളും പങ്കെടുത്തിട്ടില്ല. അതെ, കാരണം നമ്മള്
ഇപ്പോൾ ഹിന്ദിയിൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ, അറബിക്ക്, ഇതിലൊക്കെ തന്നെ അവനവരുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ ഒരു കുട്ടിയോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് എഴുതാൻ പറ്റണം. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റണം എന്നുള്ള ഒരു സതുദ്ദേശത്തിലാണ് നമ്മളിത് പറയുന്നത്. അത് തിരുത്തി കൊടുത്ത ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് തിരുത്താത്തത്. മയ എന്ന് പറയുമ്പോഴും കുഴി എന്ന് പറയുമ്പോഴും അല്ല, മഴയാണ്, കുഴിയാണ്. മയു എന്നുള്ളതിന് പകരം മഴുവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവര് തിരുത്തിയിരുന്നു. ഇവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമായിരുന്നില്ല. ഒരിക്കലുമല്ല. സാഹചര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരിപാടികൾ, അല്ലെങ്കിൽ അവര് സംബന്ധിക്കുന്ന പരിപാടികൾ, അതിൽ ഞാൻ കുട്ടികളോട് ചോദിക്കും, ഒരിക്കലും തോന്നുന്നില്ല. ബാലാവകാശ കമ്മീഷൻ എന്ത് നടപടി എടുത്താലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എനിക്കതിനെ 100% ഞാനത് അനുസരിക്കുവാനും തയ്യാറാണ്. ഞാൻ വല്ല ജാമ്യത്തിനോ മുൻകൂർ ജാമ്യത്തിനോ ഒന്നും പോകുന്ന പ്രശ്നമില്ല. ഈ മായ കുഴി എന്നൊക്കെ പറയുന്നത് മലയാള ഭാഷയെ കൂടി അപമാനിക്കുന്ന രീതിയാണെന്നുള്ളതാണ് MSF ഉൾപ്പെടെ ആരോപിക്കുന്നത്. മയ കുഴിന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, ഞാനല്ലല്ലോ പറഞ്ഞത്. നിയമസഭയിൽ മന്ത്രിമാർ ഉത്തരം പറയണമെന്നൊന്നും കേട്ടിട്ടില്ല. മയ 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 മയ, കുയി 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 കുയി. അപ്പൊ അതൊന്നും എനിക്ക് കേട്ടിട്ടില്ല. അത് ശരി. അപ്പൊ പ്രാദേശിക ഭാഷയുടേത് എവിടെ? പ്രാദേശിക ഭാഷ അല്ലല്ല. അങ്ങനെ അല്ലല്ല, തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാനത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോ പറയാം അങ്ങനെയൊക്കെ. അനക്ക് പറയാം എന്ത് മയാന്ന് പറയാം ഇവരെ കൂട്ടത്തുനിന്ന്. അത് ശരിയാണ്. അപ്പൊ അനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോഴും പറയാം എന്ത്, എന്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോ പറയും ഇവിടെ ഭയങ്കര മഴയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ അതിലൊന്നും തെറ്റുന്നില്ല. അതെ, തെറ്റിച്ച് നമ്മുടെ നാട്ടിൽ പോകുമ്പോഴേ നമ്മുടെ നാട്ടിലെ ഭാഷ നാട്ടുഭാഷ ഉപയോഗിക്കും. അല്ലാത്ത രീതിയിൽ അങ്ങനെയുള്ള എം മണി അത് പറഞ്ഞതുകൊണ്ടല്ലേ അയാളെ പിന്നെ പറഞ്ഞ നാട്ടുഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ശരി, ഓക്കെ. അപ്പോ ഇല്ലില്ല, ഞാൻ അല്ല, അബദ്ധമല്ല അത്. അതാണ് ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കണ്. എമ്മി എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ യുമ്മി എമ്മി എന്ന് പറഞ്ഞാൽ, യുമ്മിന്ന് ഇംഗ്ലീഷിൽ പറയും, എമ്മിന്ന് അറബ്സ് സാധാരണ ഈ പിന്നെ അറേബ്യൻ രാജ്യത്ത് നല്ല സൂപ്പർ ഇരുന്നിട്ടോ ഭക്ഷണം എന്നുള്ളതിന് എമ്മി എന്നാ പറയാ. അപ്പൊ ഇവർക്ക് ദുബായിലും ഈ ഏജൻസികൾ ഉണ്ടല്ലോ, ഇവർക്ക് ദുബായിലുണ്ട് ഏജൻസികളെ. അപ്പോ സ്വാഭാവികമായിട്ടും അവരുദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഓലതിനെ എതിർക്കാതിരുന്നത്. ഇത് ചോദിച്ചു നോക്ക്, അറബിയില് നല്ല ഭക്ഷണം കഴിച്ചാല് അവര് പറയും എമ്മി എന്നാണ് പറയല്. ഹിന്ദിയിൽ പ്രാവീണ്യം ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ അക്ഷരങ്ങൾ അറിയാം, അക്ഷരം തെറ്റാതെ, അക്ഷരങ്ങൾ പൊതുവെ തെറ്റാതെ എഴുതാറുണ്ട്. പക്ഷെ നമ്മൾ ഈ വളർന്നു വരുന്ന കുട്ടികള് അവർക്ക് എല്ലാ ഭാഷകളിലും നല്ല രൂപത്തില് ഒരു പ്രാവീണ്യം വേണം എന്നുള്ള സതുദ്ദേശത്തിലാണ് അത് ചെയ്തത്. പിന്നെന്താ, ഇന്ററാക്ഷൻ സെക്ഷൻ തുടരും. അതിന് ഇഷ്ടമുള്ള ആളുകൾ മാത്രം വിദ്യാർത്ഥികളുമായിട്ടുള്ള പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചാൽ മതി. PM ശ്രീ എവിടെ, ഇതെവിടെ? ഇപ്പൊ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടികളെ പോയി കാണുന്നുണ്ട് എന്ന് പറഞ്ഞത്. കാരണം മൂപ്പര മണ്ഡലത്തിലാണ് ആ കുട്ടികളുള്ളത്. അത് പോയി കാണട്ടെ. ഷംസുദ്ദീനോട് അങ്ങനെ ആ കുട്ടികള് മോശമായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതല്ല, അതിനൊരു വോട്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ലല്ലോ. എങ്ങനെ ഭൂരിപക്ഷം എങ്ങനെ പറയാ, കൂടുതൽ എന്ന് എങ്ങനെ പറയാം? ഇന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റ് അല്ല, അതിന്റെ ലൈക്ക് നോക്കിയിട്ട് അപ്പൊ ഏതാ കൂടുതൽ? അല്ലല്ല, കമന്റ് അങ്ങനല്ല. ലൈക്ക് ഉള്ളത് നോക്കി, ലൈക്കിന്റെ 4 അതിര കമന്റിന് ലൈക്ക് ചെയ്യുന്ന ആൾക്കാർ ലൈക്കേ ചെയ്യുള്ളൂ. ലൈക്കിനേക്കാളും കമന്റ് കൂടിയാൽ അപ്പൊ ഈ പറഞ്ഞത് ശരിയാണ്. അങ്ങയുടെ മകളും അങ്ങും ഭാര്യ എല്ലാവരും സജീവമായി ഇടത് രാഷ്ട്രീയത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അതൊക്കെ ഈ വിവാദത്തിന് ഒരു കാരണം. എന്താ അതൊക്കെ
നമ്മളുടെ പൊളിറ്റിക്സ് വേറെ, ഈ കാര്യം വേറെ. ഇതിന് രാഷ്ട്രീയവുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. നമ്മൾ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അത് ഈ ജൻസി രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാകുമ്പോൾ പ്രത്യേകിച്ച് ജൻസി തലമുറയെ കുറിച്ചൊക്കെ നമ്മൾ കുറെ പറയാറുണ്ട്. അവർ മുൻപോട്ട് വരാൻ അത്ര ഉഷാറായി വരുന്ന ആളുകളല്ല എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവിടെ ഈ വേദിയിൽ കുട്ടികളെ ചെവി നുള്ളുക, അവരെ നുള്ളിയിട്ടില്ലല്ലോ. ആരാ പറഞ്ഞത്? ചെവി നുള്ളിയോ? അല്ല, അത് വേദന ഉണ്ടാക്കണിട്ടില്ല. ഞാൻ കുട്ടിയോടൊന്ന് ചോദിച്ചു നോക്കാം. ആ കുട്ടി പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ ചെവി വെറുതെ ഒന്ന് പിടിച്ചു എന്ന് വിചാരിക്കുക, അത് നുള്ളല? അല്ല, പബ്ലിക് വേദിയിൽ ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ടാണ് ചെയ്തത്. അവൻ ചിരിച്ചുകൊണ്ടാണ് അതിനെ നേരിട്ടത്. കൂട്ടത്തില് ഒരാളെ മാത്രം അങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ടാർഗറ്റ് മഹേഷേട്ടനെ മാത്രം പറയുമ്പോ മഹേഷിന് ഉറപ്പാണ് ഓനോട് സ്നേഹം എനിക്ക് കൂടുതലാണ്. സത്യം അങ്ങനെയാണ്. സാധാരണ നമ്മൾ ഒരാളെ നമ്മൾ പോയിന്റ് ചെയ്യുമ്പോൾ അയാളെ അപമാനിക്കാനല്ല സാധാരണ ശ്രമിക്കുക. ഒരു വാർത്ത നിങ്ങള് അതൊക്കെ തെറ്റന്നെ, അതൊക്കെ തെറ്റാണ്. അതെ, ഇത് ഞാനൊരു ക്ലാസ് റൂമായിട്ടാണ് അതിനെ കാണുന്നത്. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാൽ മതി? അത് പൊതുസമൂഹം കാണുന്നില്ല അല്ല, എന്റെ രാഷ്ട്രീയ ശത്രുക്കൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. പൊതുസമൂഹം എന്നുള്ളത് ആ നിലയിലേക്ക് അതിനെ ചേർത്തണ്ട. എന്റെ രാഷ്ട്രീയ ശത്രുക്കൾ MSFകാര് കാണുന്നില്ല, അല്ലെങ്കിൽ പിന്നെ യൂത്ത് ലീഗുകാര്, ലീഗിന്റെ ആളുകൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ രാഷ്ട്രീയ ശത്രുക്കൾ അത് കാണുന്നില്ല, അത്രയേ ഉള്ളൂ.